ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ അബുദാബിയിൽ തിരിച്ചെത്തി. ഇപ്പൊ വീക്കെൻഡ് ആണ്. നിച്ചുനെയും കൊണ്ടൊന്ന് പാർക്കിൽ പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആണ് നമ്മൾ പാർക്കിലേക്ക് പോകാൻ പോണത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ടാകും. ഫുൾ ടൈം ബിസി ആയിരിക്കും. നിച്ചു ആണെങ്കിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് വീക്കെൻഡുകളിൽ മാത്രമേ പുറത്ത് പോകാറുള്ളൂ. നിച്ചുവിനും എനിക്കൊക്കെ ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് ഒന്ന് പാർക്കിൽ പോയി നിച്ചുവിനൊന്ന് ഉഷാറാക്കാമെന്ന്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്കൊക്കെ പനിയായിരുന്നു. അപ്പം എല്ലാവർക്കിടെയും പനിയൊക്കെ മാറി എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട്. പാർക്കിൽ പോയിട്ട് നിച്ചുവിനെ കുറച്ച് എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇരുട്ടായി തുടങ്ങി കേട്ടോ. ക്യാമറയ്ക്ക് അത്ര ക്ലാരിറ്റില്ല. ഇരുട്ടായി. അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ നമ്മൾ പറയുന്ന പാർക്കിലേക്ക്. ന്യൂ ഷഹാമ എന്ന് പറയുന്ന പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ നിച്ചുവിന് കുറച്ച് വാശിയൊക്കെ കൂടുതലാണ്. നിച്ചുവിൻ്റെ ക്യാരക്ടറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഏറ്റവും വലിയ ചേഞ്ച് വന്നേക്കുന്ന നിച്ചുവിൻ്റെ ഫുഡ് പാറ്റേണിലാണ് കേട്ടോ. ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ നിച്ചുവിൻ്റെ ഫുഡ് വീഡിയോസ് ഒന്നും എനിക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിച്ചുവിൻ്റെ ഫുഡ് വീഡിയോസൊക്കെ എവിടെയാണ്. പതിയെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടോ. അത് കാറൊക്കെ പാർക്കൊക്കെ ചെയ്ത് നമ്മൾ പയ്യെ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിൽ നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. നിച്ചു കുറച്ചുകൂടി വലുതാണെങ്കിൽ ഓടി നടന്ന് കളിക്കാനൊക്കെ പറ്റും. ഇപ്പം നിച്ചു ചെറുതായിട്ട് നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് സ്പീഡിലൊന്നും അവൾ നടക്കാറായിട്ടില്ല. പതിയെയൊക്കെ നടക്കുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും പോവാറുള്ളത് റഹബ പാർക്കിലാണ് കേട്ടോ. റഹബ പ്ലാസിലാണ് കൂടുതൽ ടൈം പോയിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 4 പാർക്ക് ഉണ്ട് കേട്ടോ. ന്യൂ ഷഹാമ പാർക്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. തോന്നുന്നൊരു സ്ഥലം കൊള്ളാട്ടോ. എൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. കേറ്റുമെന്ന് അറിയില്ല. കേറ്റൂടാ. ഹായ്, കൊള്ളാട്ടോ. വാവ്, കൊള്ളാം. പക്ഷെ ഇവിടെ ആരും ഇരിക്കുന്നില്ല. ചൂട് സമയത്ത് വന്നിരിക്കാൻ പറ്റിയതാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇത് അങ്ങനെ ആരും കയറാത്ത സ്ഥലം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ ഉള്ളിൽ ആരും ഒരുപാട് കാര്യങ്ങൾ കണ്ടു നടക്കാനുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രീ ടൈം ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ. ഒരുപാട് ഫാമിലീസും ഒരുപാട് കപ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാർക്കിൽ. ഞാൻ ഈ പാർക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണെങ്കിൽ പോലും ഞാൻ ഈ പാർക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. പക്ഷെ എന്തോ എനിക്ക് ഈ പാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ. ഇത് നമ്മുടെ രാമതുളസിയാണ് കേട്ടോ. ഇവിടെ കുറേ രാമതുളസി ഉണ്ട്. നാട്ടിൽ പോലും ഇത്രയ്ക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഒരുപാട് രാമതുളസികളുണ്ട് കേട്ടോ. മൊത്തം രാമതുളസി പിടിപ്പിച്ച് വയ്ക്കാണ്. നമ്മുടെ വീടുകളിൽ പോലും ഇത്ര ഇല്ല അല്ലേ. ഇരിക്കുന്നത് ന്യൂ ഷഹാമ പാർക്കിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട്. ബാഹ്യ പാർക്ക്, റഹബ പാർക്ക്, റഹബ പ്ലാസ പാർക്ക്, അങ്ങനെ കുറേ പാർക്കുകളുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് ഷഹാമ പാർക്കിലാണ്. തുളസിയാണ്. കുറേ ഗാർഡൻ ഉണ്ട് കേട്ടോ. കുറേ ചെടികളുണ്ട്. പൂക്കളൊക്കെ കൂടുതൽ ഇങ്ങനത്തെ തോന്നുന്നു. പൂക്കൾ കുറവാണ് കേട്ടോ. ഈ തുളസിയാണ്. ഇതിൻ്റെ രാമതുളസിയാണ്. സാധാരണ കൃഷ്ണ തുളസിയല്ല, രാമതുളസിയാണ് ഫുള്ള്. നിച്ചുനെ കളിക്കണോ? കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. നിച്ചു കളിക്കാൻ പോകണ്ടോ? നിച്ചു 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 ഭയങ്കര ബിസിയാണ്. ആണോ? നിച്ചു ബിസിയാണോ? ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ? കുറേ ഫ്രണ്ട്സ് ഉണ്ടോ? അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു.
നിച്ചു അങ്ങനെ അധികം നേരം ഓടി നടന്ന് കളിക്കാത്തൊരു സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ നടന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നിച്ചു വലുതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവൾ കളിച്ച് അവിടെ കുറേ നേരം അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നാട്ടിലെ പോലെ അല്ലല്ലോ, നാട്ടിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് കളിക്കാനൊക്കെ ഉണ്ടാവും. ഇവിടെ പുറത്തൊക്കെ പോകുമ്പോഴാണല്ലോ അവർക്കൊരു എൻജോയ്മെന്റ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഇച്ചിനെ കുറച്ച് നേരം പാർക്കിൽ നടത്തിച്ചു. അവൾക്ക് ഷൂ ഉള്ളതുകൊണ്ട് നടക്കാൻ വരെയൊക്കെ പറ്റുന്നുണ്ടായില്ല. അത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് KFCയിലാണ് വന്നിരിക്കുന്നത്. പുതിയൊരു മീല് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ KFC അത്ര പോരാട്ടോ, ഒട്ടും സ്പൈസി അല്ല. ഇപ്പം നാട്ടിലെ KFCക്കാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഇവിടുത്തെ സ്പൈസി അല്ല, നമ്മൾ സ്പൈസി ആക്കാൻ പറഞ്ഞാലും ഒരു സ്പൈസി ആക്കി തരാറില്ല കേട്ടോ. അതുകൊണ്ട് അത്ര ടേസ്റ്റ് ഇല്ലാത്തതാണ് ഇവിടുത്തെ KFC. ഇപ്പോൾ പണ്ട് ആദ്യമൊക്കെ ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്പൈസി ആക്കിയൊക്കെ തരുമായിരുന്നു. ഇപ്പം അത്ര സ്പൈസി അല്ല ഇപ്പം നോർമലി അവർ തരുന്നത്. നിച്ചിനെയും കൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ബുദ്ധിമുട്ടാണ്. നിച്ചു നടക്കാൻ തുടങ്ങിയിരിക്കണതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുള്ളൂ ഒരു സ്ഥലത്ത്. കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ നടക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പുറകെ ഓടി നമ്മൾ നടക്കണം. പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഇപ്പോൾ ഫുഡ് കഴിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ട് പുറത്ത് പോയതാണ് കേട്ടോ. ഇവിടെ അൽസംഹ മാളിൽ ലുല്ലു ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ചാൽ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു കുറച്ച് കളിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടത്. അപ്പം നിച്ചുവിന് അത് കാണിക്കാം, പിള്ളേരൊക്കെ കളിക്കുന്നതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് അച്ഛനും മോളും നിൽക്കുവാണ്. അവൾക്കിങ്ങനെ പിള്ളേരിങ്ങനെ കളിക്കുന്നതും ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട കുറച്ച് നേരം അങ്ങനെ നോക്കിയിരിക്കും ആള്. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലുല്ലുവിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. മെയിനായിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളായിരുന്നു കേട്ടോ വേണ്ടിയിരുന്നത്. ഇത് വലിയ മാളെന്നുള്ളൊരു ചെറിയ മാളാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ മാളിലാണ് ലുലു ഉള്ളത്. അവിടെ പോയാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടാറുണ്ട് കേട്ടോ. അബുദാബിയിലാണ് പോവാറെങ്കിൽ ഞങ്ങൾ മദീന സായിദിലുള്ള ലുലുവിലായിരിക്കും പോവാറ് മിക്കപ്പോഴും. പിന്നെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ നിച്ചുകൊണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ചുറ്റും ഫീവർ വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഇത്തിരി ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അബുദാബിയിലുള്ള ഈസി ടൈഗർ എന്ന് പറഞ്ഞ പബ്ബാണ് കേട്ടോ. ഒരു ദിവസം നൈറ്റ് ചേട്ടൻ പബ്ബിൽ കളി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫേവറേറ്റ് ടീമാണ് കേട്ടോ ലിവർപൂൾ. അപ്പോൾ അവർ ചാമ്പ്യൻ ആവുന്ന ഡെയിലി കളി കാണാനാണ് ചേട്ടൻ പബ്ബിൽ പോയിട്ടുണ്ടായിരുന്നത്. ചേട്ടനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആയിരുന്നു കേട്ടോ പോയിരുന്നത്. ഫാമിലി ആയിട്ടും വരുന്നവരുണ്ട്. എനിക്കങ്ങനെ ഫുട്ബോളിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് അൽ അലൈം പാലസ് ഹോട്ടലിലെ ഈസി ടൈഗർ എന്ന് പറഞ്ഞ പബ്ബാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്തും കൂടി പറയണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ഗുഡ് ബൈ.